ടു മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങളിലേക്ക് എത്തുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു ഏഞ്ചൽ മെസ്സേജും കൂടി എടുത്തിട്ടുണ്ട്. അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ഈ പേഴ്സൺ ഇപ്പോൾ ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ പേഴ്സണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. ഫോളോ ദ ലീഡർ ആണ്. ഈ പേഴ്സൺ ഇപ്പോൾ ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ളൊരു ജീവിത ശൈലിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത ഒരു ജീവിത രീതിയിലൂടെയാണ് ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഈ പേഴ്സൺ ഇപ്പോൾ ഒരു അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിത ക്രമത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ കൺട്രോൾ ചെയ്യാനും നല്ല വഴി പറഞ്ഞു കൊടുക്കാനും നല്ല വഴിയിൽ നടത്താനും വേണ്ടിയിട്ട് ഒരുപാട് ലീഡേഴ്സ്, അത് ഒരുപാട് ഉണ്ടാവണം എന്നില്ല, ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരായിരിക്കാം, അല്ലെങ്കിൽ ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കൊളീഗ് ആയിരിക്കാം, ഒപ്പം വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഗുരുവായിരിക്കാം. ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർ, കുറച്ച് സ്പിരിച്വലി അവേക്കനിങ് ആയിട്ട് നിൽക്കുന്ന, ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ഒരാള് അങ്ങനെ ആരോ ഒരാള് ഈ പേഴ്സണെ ഭയങ്കരമായിട്ട് എന്താ പറയാ കൺട്രോൾ ചെയ്യുന്നുണ്ട്. കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല കാര്യങ്ങൾ, എന്താ പറയാ, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരു ഗൈഡൻസ് കിട്ടിയിരുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പേഴ്സണ് ശരിയായിട്ടുള്ള വഴി ഏതാണ്, നന്മ ഏതാണ്, തിന്മ ഏതാണ്, ഇതറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പൊ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ പോലും ഒരുപാട് മണ്ടത്തരങ്ങൾ ഈ പേഴ്സൺ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ ഒരു ലീഡർ, അതായത് ഒരു ലീഡർ എന്ന് പറയുന്നത് ഒരു ഗുരുസ്ഥാനത്തായിരിക്കാം, ഒരു ഗുരു തുല്യമായിട്ടായിരിക്കാം, അങ്ങനെ ഒരു വ്യക്തി ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് ആര് വേണമെങ്കിലാകാം, പുതിയൊരു വ്യക്തിയാകാം, സ്പിരിച്വൽ പരമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാകും, ഒരു സാറാകാം, മാഡം ആകാം, അങ്ങനെ ആര് വേണമെങ്കിലാകാം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പേഴ്സൺ ഭയങ്കരമായിട്ടൊരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന, മേ ബി ഗ്രൂപ്പ് വർക്ക്, ടീം വർക്ക് ഒക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, ബിസിനസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, ഒരുപാട് കൂട്ടുകാരുണ്ടാകാം. ഈ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ മറ്റുള്ളവരുമായിട്ട് കൂട്ടുകൂടി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാകാം. അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് ഒറ്റപ്പെട്ടിരിക്കാനോ അല്ലെങ്കിൽ വിഷമിച്ചിരിക്കാനോ ഒന്നും ഈ പേഴ്സൺ ഇപ്പോൾ തയ്യാറാകുന്നില്ല. വിഷമിച്ചിരുന്നു പണ്ട് ഈ പേഴ്സൺ ഒറ്റയ്ക്കിരുന്നു, വിഷമിച്ചിരുന്നു, അങ്ങനെ എല്ലാം കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ പേഴ്സൺ എന്താ പറയാ, ഈ ഒരു മറ്റുള്ളവരായിട്ട് നിൽക്കാനും, മറ്റുള്ളവരായിട്ട് ഒരുമിച്ച് നിൽക്കാനും, സ്നേഹത്തിൽ കഴിയാനും, ഗ്രൂപ്പായിട്ട് മുന്നോട്ട് പോകാനുമാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് പേര് കൂടി ചേർന്നുകൊണ്ട് എൻജോയ് ചെയ്യുന്ന ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാവരും കൂടി ടൂറ് പോവുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഞാൻ എടുത്തിരിക്കുന്ന ഒരു കാർഡാണ്.
ഇത് നമുക്ക് ലഭിച്ചിട്ടുള്ളത് സക്സസ് എന്ന് പറയുന്ന കാർഡായിട്ടാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് ഒരു സക്സസ്, ഒരു വിജയം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ സാധിക്കും, ഒരു കുറുക്കൻ നിൽക്കുന്നത് പോലെയാണ്. ഇരുട്ടത്താണ് നിൽക്കുന്നത്, പക്ഷെ അതിന്റെ കണ്ണുകൾ നന്നായി തിളങ്ങുന്നുണ്ട്. അതിന്റെ കണ്ണുകൾ വളരെ ഷാർപ്പാണ്, വളരെ ഷാർപ്നെസ്സോട് കൂടി നിൽക്കുന്ന കണ്ണുകളാണ്. എവിടെ പോയിരുന്നാലും തന്റെ ഇരയെ വളരെ തന്ത്രപൂർവം എന്താ പറയാ പിടിച്ച് അതിനെ കീഴ്പ്പെടുത്താനുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണ് ഈ ഒരു ആനിമൽ നിൽക്കുന്നത്, ഈ ഒരു മൃഗം നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ആനിമലിന് തുല്യമായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താ പറയാ പോസിറ്റീവായിട്ടും ഈ റിലേഷൻഷിപ്പിനെ എങ്ങനെയെങ്കിലും വിജയകരമായിട്ട് കൊണ്ടുപോകണം, എങ്ങനെയെങ്കിലും വിജയം കൊണ്ടുവരണം, അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, ഞാൻ വിജയം കൊണ്ടുവന്നിരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. ഇതിന് മുൻപത്തെ ഈ പേഴ്സന്റെ എനർജി എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. പാസ്റ്റ് എനർജി എന്തായിരുന്നു? പുട്ടിങ് അതേഴ്സ് ഫസ്റ്റ് എന്നാണ്. വേറെ ആൾക്കാർക്ക് പ്രാധാന്യം കൊടുക്കുക, വേറെ ആൾക്കാർ പറയുന്നത് കേൾക്കുക, ഈ പേഴ്സന്റെ റിലേറ്റീവ്സ് പറയുന്നത് കേൾക്കുക, കൂട്ടുകാർ പറയുന്നത് കേൾക്കുക, ഈ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരട്ടിപ്പണിയാകുന്ന രീതിയിലാണ് നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരുന്നത്. ഇരട്ടിപ്പണിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യവും മര്യാദക്ക് സമാധാനമായിട്ട് മുന്നോട്ട് പോകാതെ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക, പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകുക, മറ്റുള്ളവരുടെ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുക, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുക, ഈ പേഴ്സൺ ആണെങ്കിലും വേറെ ആൾക്കാർക്ക് പ്രാധാന്യം കൊടുക്കുക, ഈ സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സന്റെ ഓൾഡ് എനർജി നോക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പേഴ്സൺ. ഓക്കെ, അപ്പോൾ ആ ഒരു മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പേഴ്സൺ. അതുകൊണ്ട് എന്താ പറയാ നിങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി ഏതവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്? Be your own first priority, the moral. Yes, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് ക്ലാരിറ്റി കൊണ്ടുതരിക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ക്ലാരിറ്റി, സ്വന്തമായിട്ട് പ്രാധാന്യം നൽകുക, ഈ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. കാരണം ഈ പേഴ്സണ് മനസ്സിലായിട്ടുണ്ട്, സ്വന്തമായിട്ട് പ്രാധാന്യം കിട്ടിയില്ലെങ്കിൽ, സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് ഈ പേഴ്സൺ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയാ ഒരു സിറ്റുവേഷൻ, അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പല തിരിച്ചടികളും ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്ത് അവർക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോയത് കൊണ്ടായിരിക്കണം എന്തൊക്കെയോ തിരിച്ചടികൾ ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ തിരിച്ചടിയിലൂടെ ഈ പേഴ്സൺ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സത്യമാണ് എന്താ പറയാ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കരുത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് അതിലേക്ക് മാത്രം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്വന്തം ജീവിതം താറുമാറായി പോകും, ചീത്തായി പോകും, പരാജയപ്പെട്ടു പോകും. ഈ ഒരു തിരിച്ചറിവാണ് ഈ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ നല്ലൊരു സൈനാണ്. അതുപോലെ പറയുകയാണെങ്കിൽ അൺസീൻ ആണ്. ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാതെ മറച്ചു വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ അടുത്ത് മനഃപൂർവ്വം പറയണ്ട എന്ന് കരുതിയിട്ട് മിണ്ടാതിരിക്കുന്നതാകാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോ മറ്റോ ആരെങ്കിലും ആയിട്ടുള്ള എന്തെങ്കിലും ഡീലിങ്സ് ആകാം. എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയണമെന്ന് ആദ്യം ആഗ്രഹിച്ചിരുന്നില്ല, എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അടുത്ത് നിന്നും മറച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ അത് തുറന്നു പറയണമെന്നും തുറന്ന് പ്രകടിപ്പിക്കണമെന്നുമാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ വ്യക്തിക്ക് മനസ്സിലായി ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് നിങ്ങൾ മാത്രമാണ് എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളോടൊപ്പം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് തുറന്നുള്ളൊരു സംസാരത്തിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നും
എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, എന്തായാലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ലേ നമ്മൾ പ്രതീക്ഷിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ടൈമിംഗ് ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റിയ, പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് ടൈം ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്തൊക്കെയോ കാര്യത്തിന് നല്ലൊരു ഉചിതമായിട്ടുള്ള സമയമാണ് കൈവരുന്നത്. അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊന്നും ചിന്തിക്കാതെ പോസിറ്റീവായിട്ടിരിക്കുക. കാരണം നിങ്ങൾക്ക് പറ്റിയ ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഇനി ഫ്യൂച്ചറിലോട്ടുള്ളതാണ്. യെസ്, ദ കോൺഫ്ലിക്റ്റ് ആൻഡ് അൺട്രസ്റ്റ് എന്നാണ്. അതായത് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങളുമായിട്ട് തമ്മിൽ തല്ലിയത്, എന്തിനാണ് നിങ്ങളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്ത് നേടി, ഈ ഒരു കാര്യങ്ങളെ കുറിച്ചാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളുമായിട്ട് കുറെ കാലഘട്ടം പ്രശ്നങ്ങളും വാക്ക് തർക്കവും ഒക്കെ തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്, അതിലൂടെ ഈ പേഴ്സൺ എന്താണ് നേടിയെടുത്തത്, ഈ പേഴ്സൺ എന്തെങ്കിലും ഗുണമുണ്ടായോ, ഈ പേഴ്സൺ എന്തെങ്കിലും പോസിറ്റിവിറ്റി ഉണ്ടായോ, ഇതാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കോൺഫ്ലിക്റ്റിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് തമ്മിൽ തല്ലിയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത് ഇറ്റേണൽ സ്പിരിറ്റിലേക്കാണ്, ഹയർ സെൽഫിലേക്കാണ്, സീക്രട്ട് ഇൻറ്റ്യൂഷൻ, അതായത് ഒരു ആത്മീയപരമായിട്ടുള്ള പാതയിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, പോസിറ്റീവായിട്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ കാർഡ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏതോ ഒരു വ്യക്തി ഈ പേഴ്സണെ ലീഡ് ചെയ്യുന്നുണ്ട്, ഏതോ ഒരു നല്ല ഫ്രണ്ടിനെ ഈ പേഴ്സണ് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റില്ല. ഏതോ ഒരു നല്ല ഫ്രണ്ടിനെ, നല്ലൊരു വഴികാട്ടീനെ ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് ആത്മീയപരമായിട്ടുള്ളൊരു പാതയിലൂടെയാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമുക്കിവിടെ പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. ആൻഡ് ഓൾസോ ദ ഓവറോൾ എനർജി ഈസ് ഷാലോ ആൻഡ് മാസ്റ്റർ, ബി ഗ്രേസ്ഫുൾ ഇൻ മൂവ്മെന്റ് ആൻഡ് ആക്ഷൻ. എത്രയും പെട്ടെന്ന് ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഒരു ആക്ഷൻ ഉണ്ടാകും, ഉറപ്പായിട്ടും ഒരു ആക്ഷൻ ഉണ്ടാകും, ഒരു തീരുമാനം ഉണ്ടാകും, ഒരു അഭിപ്രായം ഉണ്ടാകും, ഒരു മൂവ്മെന്റ് ഉണ്ടാകും. ഇപ്പൊ ഇത്രയും കാലം നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പ് സ്റ്റക്കായിട്ടാണ് കിടന്നിരുന്നതെങ്കിൽ, അതായത് പ്രത്യേകിച്ച് മുന്നോട്ടൊരു പോക്കില്ല, മുന്നോട്ടും പോണില്ല, പുറകിലേക്കും പോണില്ല, സ്റ്റക്നെസ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നു, അവിടെ ഒരു മാറ്റം ഉണ്ടാകുന്നു, അവിടെ ഒരു മുന്നോട്ടുള്ള ഒരു മികവുണ്ടാകുന്നു. ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ കുറച്ച് ക്ലൂസ് നോക്കാം. നമ്പർ 14 കിട്ടിയിട്ടുണ്ട്, നമ്പർ 2, 333, സ്പിരിച്വൽ സപ്പോർട്ട്, മൺഡേ, ജെമിനായ് 2008, രോഹിണി നാള് 2024. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.